ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്. എന്താണ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ? അതായത് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനർ വഴി കിട്ടിയുള്ള ഡാറ്റനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. അത് ടാബ്ലൊക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ നേച്ചർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നു. അങ്ങനെ ക്ലാസിഫൈ ചെയ്ത ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഗ്രാഫിക്കൽ രൂപത്തിൽ അവതരിപ്പിക്കുന്നതിനാണ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. അപ്പോ ഈ ഒരു ഡാറ്റനെ നമുക്ക് ഗ്രാഫിക്, അതുപോലെ ചാർട്ട് അല്ലെങ്കിൽ മറ്റു പിക്ചോറിയൽ ഡിവൈസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വളരെ ഉഷാറായ രീതിയിൽ ആ ഒരു മാസ് ഡാറ്റനെ ചുരുക്കി കാണിക്കുന്നതിനെയാണ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഒരു മാസ് ഡാറ്റനെ, അതായത് ഒരുപാട് ഡാറ്റ ഉണ്ടാവും, ലാർജ് ക്വാണ്ടിറ്റി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ ഉണ്ടാവും. അതിനെന്താണ് ചുരുക്കിയിട്ട് ഒരു പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ, ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാകുന്ന രീതിയിൽ വല്ല ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ചാർട്ട് അല്ലെങ്കിൽ പിക്ചോറിക്കൽ ആയിട്ടുള്ള ഡിവൈസിലോട്ട് മാറ്റുന്നതിനെയാണ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയാം. അപ്പോൾ ആ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ആ പിക്ചർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എന്താണ് ഈ ഒരു ഡാറ്റ എന്ന് വന്നിട്ടുള്ള ഡാറ്റ എന്നുള്ള കാര്യം. അപ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ കൊണ്ട് കഴിയുന്നതാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് റൂൾസ് ഫോർ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ്. എന്തൊക്കെ റൂൾസ് ആണ് ഈ ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഉള്ളത് നോക്കാം. ഒന്നാമതാണ് ദ ചാർട്ട് മസ്റ്റ് ഹാവ് എ ടൈറ്റിൽ. ദ ടൈറ്റിൽ ഓഫ് ദ ചാർട്ട് ഷുഡ് ബി പ്ലേസ്ഡ് അബവ് ദ ടൈറ്റിൽ. ഒരു ചാർട്ടിന് നിർബന്ധമായിട്ടും ഒരു ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ആ ടൈറ്റിൽ ആ ചാർട്ടിന്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ എന്ത് ചെയ്യണം, കാണിക്കണം. ഓക്കെ. അടുത്തതാണ് ദ ടൈറ്റിൽ ഷുഡ് ബി ക്ലിയർ, ബ്രീഫ് ആൻഡ് സിമ്പിൾ ആൻഡ് ഷുഡ് പോർട്രേ ദ നേച്ചർ ഓഫ് ദ ഡാറ്റ പ്രസന്റഡ്. അപ്പോ ടൈറ്റിൽ എന്തായിരിക്കണം, ക്ലിയർ ആയിരിക്കണം, ബ്രീഫ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. അതുപോലെ അതിന്റെ നേച്ചറിനെ ചിത്രീകരിക്കുന്ന, ആ ഡാറ്റന്റെ നേച്ചറിനെ ചിത്രീകരിക്കുന്ന തരത്തിലായിരിക്കണം അത് പ്രസന്റ് ചെയ്യാന്. ഓക്കെ. അടുത്തതാണ് ന്യൂമറിക്കൽ ഡാറ്റ ഓൺ വിച്ച് ഗ്രാഫിക് ഈസ് ഡ്രോൺ മസ്റ്റ് ബി സപ്ലിമെന്റഡ് ആസ് എ ടേബിൾ. അതായത് നമ്മൾ ഈ ഒരു ഗ്രാഫിൽ ഉപയോഗിച്ചിരിക്കുന്ന ന്യൂമറിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഈ നമ്മൾ ടേബിളിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഡാറ്റനെ ടേബിളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ ടേബിളിലുള്ള ഡാറ്റ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നമ്മളൊരു ഗ്രാഫ് തയ്യാറാക്കിയിട്ടുണ്ടാകുക. ഓക്കെ. അപ്പോ ടേബിളിൽ അതേ ഇൻഫർമേഷൻ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഗ്രാഫ് കാര്യങ്ങൾ തയ്യാറാക്കാൻ. അടുത്തതാണ് ദ സ്കെയിൽ ഇന്റർവൽ ഷുഡ് ബി ഈക്വൽ. അതുപോലെ സ്കെയിൽ ഇന്റർവെല്ലിൽ എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. സ്കെയിൽ ഇന്റർവെല്ലിൽ ഈക്വൽ ആയിരിക്കണം. അതിപ്പോ നമ്മൾ ഓൾറെഡി ടേബിളിൽ സ്കെയിൽ ഇന്റർവെല്ലിൽ കാര്യങ്ങൾ എന്തില്ല, അവിടെ പ്രത്യേകിച്ച് നോക്കണമെന്നില്ല. അതിനുശേഷം എന്താണ്, നമ്മൾ എന്തെങ്കിലും മെഷർമെന്റ് വരുന്ന സമയത്താണ് സ്കെയിൽ ഇന്റർവെൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാഫിൽ എന്ത് ചെയ്യണം, ഓരോ ഇന്റർവെല്ലും എന്ത് ചെയ്യണം, കറക്റ്റ് ആയിരിക്കണം, ഈക്വൽ ആയിരിക്കണം. അടുത്താണ് ഈച്ച് കർവ് ഓർ ബാർ ഓൺ ദ ചാർട്ട് ഷുഡ് ബി ലേബിൾഡ്. അതുപോലെ ഇപ്പൊ ഒരു ബാർ ചാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ബാർ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ലേബിൾ ചെയ്യണം, എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കാണിക്കണം. അപ്പൊ പൈ ചാർട്ട് എടുക്കാൻ നമുക്ക് പല സെക്ടർ വരുമല്ലോ, ആ ഓരോ സെക്ടറും എന്താന്നുള്ള കാര്യം എന്ത് ചെയ്യണം, നമ്മൾ തീർച്ചയായിട്ടും ലേബിൾ ചെയ്യണം, എന്തിനാ അത് റെപ്രസെന്റ് ചെയ്യുന്നു എന്ന കാര്യം കാണിക്കേണ്ടതാണ്. അടുത്തതാണ് ഇഫ് ദർ ആർ മോർ ദാൻ വൺ കർവ് ഓർ ബാർ ദേ ഷുഡ് ബി ഡിഫറൻഷിയേറ്റഡ് വിത്ത് കളേഴ്സ് ഓർ പാറ്റേൺ. അതുപോലെ ഇപ്പൊ ഒന്നിൽ കൂടുതൽ കർവ് അല്ലെങ്കിൽ ബാറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു പിക്ചറിൽ എന്താണ് ഒന്നിൽ കൂടുതൽ കർവ് അല്ലെങ്കിൽ ബാറൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ പൈ ചാർട്ട് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു റൗണ്ടിലുള്ളതാണ് പൈ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിൽ ഒന്നിൽ കൂടുതൽ എന്തായാലും എന്തുണ്ടാവും, ഇപ്പൊ സെക്ടേഴ്സ് ഉണ്ടാവും. ആ സെക്ടർ എന്ത് ചെയ്യണം, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കളറോ അല്ലെങ്കിൽ പാറ്റേൺ ഒക്കെ ഉപയോഗിക്കുക. അതുപോലെ ബാർ ചാർട്ട് ഒക്കെ അറിയില്ലേ, ആ ബാർ ചാർട്ട് എന്താണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഓരോ ബാറിനും സെപ്പറേറ്റ് കളറോ അല്ലെങ്കിൽ പാറ്റേൺ ഒക്കെ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഗ്രാഫ് ആണ്. കുറച്ച് പ്രധാനപ്പെട്ട ഗ്രാഫുകൾ മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. ഒന്നാമതാണ് ചാർട്ട് ഓർ ലൈൻ ഗ്രാഫ്, രണ്ടാമത്തെ ഹിസ്റ്റോഗ്രാം, 3 ബാർ ചാർട്ട്, 4 പൈ ചാർട്ട്, 5 ഫ്രീക്വൻസി പോളിഗൺ, 6 ലോറൻസ് കർവ്, അടുത്താണ് ഒജീവ് കർവ്, 8 പിക്ചോഗ്രാംസ്. ഓക്കെ. ഇങ്ങനെ 8 പ്രധാനപ്പെട്ട ടൈപ്പ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം. ഒന്നാമതാണ് ചാർട്ട് ഓർ ലൈൻ ഗ്രാഫ്. അതായത് ചാർട്ട് ഓർ ലൈൻ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ നോക്കിയാൽ വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാകും. ഒരു ലൈൻ ഗ്രാഫ് ആണ്. എങ്ങനെ കാണിച്ചിട്ടുള്ള ഡാറ്റ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് എന്തെങ്കിലും തിങ്സ് എത്രത്തോളമാണ് നമുക്ക് എഫക്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഈ ഒരു ലൈൻ ഗ്രാഫ് കൊണ്ട് സഹായിക്കുന്നതാണ്. അതായത് ഇപ്പോ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെയിൽസ് എടുക്കുക. ഓരോ വർഷത്തെയും സെയിൽസ് എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ്, അടയാളപ്പെടുത്തുക.
ഇപ്പൊ ഈ ഒരു പിക്ചറിൽ അതൊന്നല്ല, അവിടെ ജസ്റ്റ് എന്താ കൊടുത്തെന്നുള്ള ഒരു കാര്യം കാണിച്ചിട്ടൊന്നുമില്ല. ഇതൊരു എന്ത് ചെയ്യാണ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ സെയിൽസ് ആണ് നോക്കുക. അപ്പോൾ സെയിൽസ് ഒന്നാമത്തെ വർഷം, കമ്പനി തുടങ്ങി ഒന്നാമത്തെ വർഷം 225 അല്ലെങ്കിൽ 300 അല്ലെ. അതേമാതിരിക്ക് മൂന്നാമത്തെ വർഷമായപ്പോ എന്താ അനക്കം കുറഞ്ഞു, 300 എന്നുള്ളത് 280 അങ്ങനെ എന്ത് ചെയ്തു, നമുക്ക് ഓരോ വർഷത്തെ എന്ത് ചെയ്യാൻ പറ്റും, സെയിൽസ് ഇങ്ങനെ രേഖപ്പെടുത്താൻ പറ്റും. അത് ഡോട്ട് രൂപത്തിൽ രേഖപ്പെടുത്തുക. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഡോട്ടുകൾ എന്ത് ചെയ്യുക, പരസ്പരം കണക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ആ ഒരു സെയിൽസിന്റെ ഏറ്റക്കുറച്ചുകൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വളരെ സുഖമായിരിക്കും. അപ്പോ എന്തെങ്കിലും തിങ്സിന്റെ അതിന്റെ അപ്പ് ആൻഡ് ഡൗൺ ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ ലൈൻ ഗ്രാഫ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇപ്പൊ നിങ്ങൾ ക്രിക്കറ്റ് കാണുന്ന ആളുകളായിരിക്കും, അപ്പൊ അതിലൊക്കെ റൺ റേറ്റ് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അല്ലെ. അപ്പോ ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീമിന്റെ ഗ്രാഫ് ഉണ്ടാവും, അതുപോലെ സെക്കൻഡ് ബാറ്റ് ചെയ്ത ടീമിന്റെ ഇങ്ങനെ ഗ്രാഫ് കാണിക്കാം. അതൊക്കെ ലൈൻ ഗ്രാഫ് ആണ് അല്ലെങ്കിൽ ലൈൻ ചാർട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ മനസ്സിലാകും അവർക്ക് ഇത്ര ഓവറായ സമയത്ത് എത്ര മാർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ചിലപ്പോൾ 2 ലൈന് വരുന്നതാണ്. അപ്പൊ ഇതിന് മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നതൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാത്തിനും ബേസിക് ആയുള്ള മോഡൽ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ബാർ ചാർട്ട് ആണെങ്കിലും മൾട്ടിപ്പിൾ ബാർ ചാർട്ട് ഒക്കെ ഉണ്ട്. നമ്മൾ എല്ലാത്തിനും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എക്സൽ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നമുക്ക് എന്ത് കാണാം, ഇതുപോലെ ചാർട്ടുകൾ കാര്യങ്ങളൊക്കെ കാണാം. അതിൽ ഒരുപാട് വെറൈറ്റികൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ തിങ്സിന് എന്ത് ചെയ്യുക, ഫസ്റ്റ് പോയിന്റ് വെച്ച് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ വർഷമല്ല പോയിന്റ് അങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ മന്ത്ലി ആയിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെ റെപ്രസെന്റ് ചെയ്തിട്ട് എല്ലാ ലൈനും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഏകദേശം അതിന്റെ അപ്പ് ആൻഡ് ഡൗൺ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതാണ് ലൈൻ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തതാണ് രണ്ടാമതാണ് ഹിസ്റ്റോഗ്രാം. ഈ ഹിസ്റ്റോഗ്രാം ഇസ് എ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് ടാബ്ലറ്റഡ് ഫ്രീക്വൻസീസ്. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാല് ഫ്രീക്വൻസി, അതായത് ടാബ്ലറ്റഡ് ഫ്രീക്വൻസിനെ ഗ്രാഫിക്കൽ പ്രസന്റ് ചെയ്യുന്നതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ഹിസ്റ്റോഗ്രാം ഇസ് ദ ഗ്രാഫിക്കൽ വേർഷൻ ഓഫ് ടേബിൾ ദാറ്റ് ഷോ വാട്ട് പ്രപ്പോർഷൻ ഓഫ് ക്ലാസസ് ഫാൾ ഇൻ ടു ഈച്ച് സെവറൽ ഓർ മെനി സ്പെസിഫൈഡ് കാറ്റഗറീസ്. അപ്പോ ഓരോന്നും ഇപ്പൊ ഏതൊക്കെ ഫ്രീക്വൻസീസ് ഏതൊക്കെ രീതിയിലാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ കാണിക്കുക. ഓക്കെ, അപ്പോ അതിന്റെ ഒരു ചിത്രം നോക്കാം. ഹിസ്റ്റോഗ്രാം ആണ്. അപ്പൊ ഹിസ്റ്റോഗ്രാം പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. ജസ്റ്റ് എന്താണ്, ടേബിൾ എടുക്കുക, ടേബിളിലുള്ള ഫ്രീക്വൻസി എന്താണോ ആ ഫ്രീക്വൻസിനെ നേരെ എന്ത് ചെയ്യാണ്, ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്നതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ ഫ്രീക്വൻസി എന്താണ്, ഫസ്റ്റ് എന്താണ്, ഇതുപോലെ 5 ആണെങ്കിൽ 5 ഒരു ബാർ എടുത്തു. രണ്ടാമത് എന്താണ് 10, അതുപോലെ 20 വന്നു, പിന്നെ 40 വന്നു. അപ്പൊ ഫ്രീക്വൻസി പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവും, ഒന്നിച്ച് കൂട്ടിയതല്ല, നമ്മളോട് കുമുലേറ്റ് ചെയ്തു പോകുന്നതല്ല. പക്ഷെ എന്താണ്, ഇത് ബാർ ചാർട്ടിന്റെ ഏകദേശം സാദൃശ്യം ഉണ്ടെങ്കിൽ എന്താണ്, ഇത് ഒന്നിച്ചാണ് വരിക. അതായത് 2 ബാറുകൾ തമ്മിൽ യാതൊരുവിധ ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അടുത്തതാണ് ബാർ ചാർട്ട്. എല്ലാവർക്കും അധികം അറിയാവുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇവിടെ എന്താ, 2 അതിലധികം വാല്യൂസ് നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ ഇത് പറ്റും. അതുപോലെ പ്രധാനമായിട്ടും ഇത് ഹൊറിസോണൽ ആയിക്കാണ്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ബാർ ചാർട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ബാർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കണ്ട് പരിചയമുള്ള ഒരു കാര്യമാണ് ബാർ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ കണ്ടോ, ഇതാണ് ഒരു ബാർ എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ബാർ. അപ്പൊ ഇവിടെ ഓരോ കാര്യത്തിനനുസരിച്ചും ഓരോ ബാർ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ബാറുകൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. മറ്റേ ഹിസ്റ്റോഗ്രാമിൽ അങ്ങനല്ല, കംപ്ലീറ്റ് എന്താണോ ഫ്രീക്വൻസി വന്നുള്ളത് ആ ഫ്രീക്വൻസി എന്താണ്, അത് അതേ രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്നതാണ് ഹിസ്റ്റോഗ്രാം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ചിൽഡ്രൻസ് എടുക്കുകയാണ്. അവർക്ക് ഒരു ചിൽഡ്രൻസിന് ഒരു സർവേ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളർ ഏതാന്നുള്ള കാര്യം മാർക്ക് ചെയ്യാൻ പറഞ്ഞതായിരുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് യെല്ലോ ആണ്. യെല്ലോ എന്നുള്ള കളർ, ആ യെല്ലോ കളറിലുള്ള ആളുകളെ മൊത്തം എണ്ണാണ് ഈ കാണിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഒരു ബാർ, യെല്ലോ ബാർ എന്ന് പറഞ്ഞാല്. പിന്നെ ഏതാണ്, റെഡ്. അപ്പോ റെഡിൽ മാർക്ക് ചെയ്ത കുട്ടികൾ എത്ര എണ്ണം ഉണ്ട് അത് കാണിക്കുന്നതാണ് ഈ ഒരു റെഡിന്റെ ബാർ. ഓക്കെ, ഇതാണ് ബാർ ചാർട്ട്. ഇനി അടുത്തതാണ് പൈ ചാർട്ട്. പൈ ചാർട്ട് എല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്ന മറ്റൊരു ചാർട്ടാണ് പൈ ചാർട്ട്. ഒരു സർക്കുലർ ചാർട്ടാണ്, അതായത് ഒരു വട്ടത്തിലുള്ള ഒരു ചാർട്ടാണ് എന്ത് പൈ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതിനെ പല സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ ഓരോ ഫ്രീക്വൻസി എത്രത്തോളാണ് വരുന്നത് അത് അതിൽ രേഖപ്പെടുത്താണ് ചെയ്യാറുള്ളത്. ഇതാണ് അതിന്റെ ഒരു എക്സാമ്പിൾ. ഓക്കെ, ഇവിടെ കണ്ടോ, ഇത് ഒരു സർക്കുലർ ഫോമിലാണ്. എന്നിട്ട് എന്തുണ്ട്, ഓരോന്നും ഇപ്പൊ ഹൗസിംഗ് വരുന്നതാണ് ഇത്രയും ഭാഗം, അങ്ങനെ സെപ്പറേറ്റ് ലേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ കാറ് വരുന്നത് ഈ ഒരു ചെറിയ ഭാഗം. അങ്ങനെ ഓരോന്നും ഈ ഒരു സർക്കിളിനെ മൊത്തം തന്നെ വിവിധ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് പൈ ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അടുത്താണ് ഫ്രീക്വൻസി പൊളിഗൺ. എന്താണ്
ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഫ്രീക്വൻസി പോളിഗൺ ഈസ് എ ഗ്രാഫിക്കൽ ഡിസ്പ്ലേ ഓഫ് ഫ്രീക്വൻസി ടേബിൾ. ഫ്രീക്വൻസി ടേബിളിന്റെ ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇന്റർവെൽസ് ആർ ഷോൺ ഓൺ ദ എക്സ് ആക്സിസ്. അതുപോലെ ഇന്റർവെൽ എവിടെ കാണിക്കുക? എക്സ് ആക്സിസിലാണ് കാണിക്കുക. ദ നമ്പർ ഓഫ് ദ സ്കോർ ഇൻ ഈച്ച് ഇന്റർവെൽ ഈസ് പ്രസന്റഡ് ബൈ ഹൈറ്റ് ഓഫ് ദ പോയിന്റ് ലൊക്കേറ്റഡ് അബവ് ദ മിഡിൽ ഓഫ് ദ ഇന്റർവെൽ. അപ്പൊ ഇവിടെ എക്സ് ആക്സിസിലൊക്കെ നേരെ അതിന്റെ ഇന്റർവെൽസ് കാണിക്കുന്നു, അതുപോലെ വൈ ആക്സിസിൽ അതിന്റെ ഫ്രീക്വൻസി റെപ്രസെന്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു ഓരോ ഇന്റർവെല്ലിൽ വരുന്ന ഫ്രീക്വൻസികൾ കറസ്പോണ്ടിങ് ആയ രീതിയിൽ ഡോട്ട് രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ട് അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ലൈനുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നു. അങ്ങനെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന, അതായത് ഏറ്റവും ലാർജ് ആയിട്ട് വരുന്ന ഏത് പോയിന്റ് ആണ്, ഏറ്റവും ഹയസ്റ്റ് ആയി വരുന്ന പോയിന്റ് ഏതാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? സർക്കിൾ ചെയ്യുന്നു. അതായിരിക്കും ഏറ്റവും വലിയ ലാർജ് ടാർജറ്റ്. ഓക്കെ, അങ്ങനെ ഫോം ചെയ്തതാണ് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് അതിനുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് പറഞ്ഞാല് ഇത് ഇന്റർവെല്ലാണ്, ഇവിടെ ടൈമാണ് കാണിച്ചിട്ടുള്ള, ഇന്റർവെൽ ടൈമാണ്. അതുപോലെ ഫ്രീക്വൻസി കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും എന്താണ് അതാത് സമയത്ത് വരുന്ന ഏതാണ് അതിന്, അതായത് കറസ്പോണ്ടിങ് ആയുള്ള ഫ്രീക്വൻസിക്ക് ഓരോ ഇന്റർവെല്ലിൽ വരുന്ന കറസ്പോണ്ടിങ് ആയുള്ള ഫ്രീക്വൻസിക്ക് രേഖപ്പെടുത്തിയിട്ട് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് വരുന്ന ടാർജറ്റ് കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ് ഫ്രീക്വൻസി പോളിഗൺ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക. അടുത്താണ് ലോറൻസ് കർവ്. എന്താണ് ലോറൻസ് കർവ് എന്ന് പറഞ്ഞാൽ? ഒരു ലൈൻ ചാർട്ടിനാണ് ലോറൻസ് കർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ദ പ്രൊപ്പോർഷണാലിറ്റി ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ, ദ ക്യുമുലേറ്റീവ് പെർസെന്റേജ് ഓഫ് വാല്യൂസ്. In other words, Lorentz curve is a graphical presentation of the cumulative distribution function of the probability distribution. അതായത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ് പ്രസന്റ് ചെയ്യുന്നതാണ് ലോറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇപ്പോ ഫ്രീക്വൻസി ഉണ്ടാവും, ആ ഫ്രീക്വൻസിന്റെ ഒക്കെ ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനെ നേരെ എടുത്താണ് എന്ത് ചെയ്യാണ് ഒരു ഗ്രാഫിക്കൽ പ്രസന്റ് ചെയ്യുന്നതാണ് ഈ ഒരു ലോറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതിലൊരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, താഴെ എക്സ് ആക്സിസും അതുപോലെ അതുപോലെ വെർട്ടിക്കൽ ആയിട്ട് വൈ ആക്സിസ് ഉണ്ട്. അപ്പൊ രണ്ടിന്റെ ക്യുമുലേറ്റീവ് നോക്കുകയാണ്, അതായത് ഫ്രീക്വൻസി എടുക്കുക, രണ്ടിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്യാണ് കൂട്ടി പോയിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ആയ രീതിയിൽ എന്ത് ചെയ്യാണ് ഡോട്ട് ഇട്ടുകൊണ്ടാണ് ഈ ഒരു ലൈന് വരച്ചിട്ടുള്ളത്, ഈ ലോറൻസ് കർവ് വരക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ഇക്വാളിറ്റി ലൈന് അത് തമ്മിൽ, അതായത് ഇങ്ങനെ ചിലപ്പോ ഈ ലോറൻസ് കർവ് എന്തായാലും ഒരു ചെരിവ് ഉണ്ടായിരിക്കും, കാരണം ഫ്രീക്വൻസി എന്താണ് ചിലപ്പോൾ എല്ലാം സ്റ്റേബിൾ ആയ രീതിയിൽ ഉയർന്നു പോകണമെന്നില്ല, അപ്പൊ ഒരു ചെരിവ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു രണ്ട് അറ്റു കൂടി ലോറൻസ് കർവ് രണ്ട് അറ്റൂടിയും കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ഇക്വാളിറ്റി ലൈന് കൂടി കിട്ടുന്നതാണ്. ഓക്കെ, അടുത്തതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ഒരു ഗ്രാഫിക്കൽ രൂപത്തിൽ പ്രസന്റ് ചെയ്യുന്നതാണ് ഈ ലോറൻസ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തതാണ് പിക്ചോഗ്രാംസ്. പിക്ചോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പിക്ചറൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ സിമ്പിളൊക്കെ ഉപയോഗിച്ചിട്ട് ഐഡന്റിഫൈ സിമ്പിളോ പിക്ചറോ ഉപയോഗിച്ചിട്ട് നമ്മൾ ഡാറ്റിനെ പ്രസന്റ് ചെയ്യുന്നതാണ് പിക്ചോഗ്രാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ടൈപ്പ് ഡാറ്റിനെ ആയിരിക്കും ഉപയോഗിക്കുക. ആ ഡാറ്റ ഒന്ന് പറഞ്ഞാൽ എന്താന്നുള്ള കാര്യം വളരെ വ്യക്തമായ രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പൊ ഇവിടെ നോക്കുക, അതിനൊരു എക്സാമ്പിൾ ആണ് ഇവിടെ കപ്പ് കേക്ക് ആണ്. അപ്പോൾ ഇങ്ങനെ ചിത്രമുള്ള ഒരു കപ്പ് കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 കപ്പ് കേക്കിന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ എത്ര കപ്പ് കേക്ക് വിറ്റു എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് കാണിക്കുന്നത്. മൺഡേ വിറ്റത് ഇവിടെ നോക്കാം, 1 2 3 4 5. അപ്പൊ 5 × 6 ആണ് എന്ത് വരുന്നത് മൺഡേ വരുന്നത്. അതുപോലെ ട്യൂസ്ഡേ വരുന്നത് എന്താണ്, ഇവിടെ ഒരു ഹാഫ് ഉള്ളൂ, അതായത് ഇവിടെ 6ഉം 12ഉം അങ്ങനെ 15 ആണ് ട്യൂസ്ഡേ വരുന്നത്. അപ്പൊ ഇതെന്താണ്, പിക്ചർ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും, ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും എത്രയാണ് സെയിൽ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എന്താണ് അവിടെ ഈവന്റ് തിങ്സ് നടന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതാണ് ലാസ്റ്റ് ഒജീവ് കർവ്. ഒജീവ് കർവ് പറഞ്ഞാൽ ഒരു ഫ്രീക്വൻസി കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവാണ് ഒജീവ് കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ ടേബിളിലുള്ള ഫ്രീക്വൻസികൾ കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്നു ഒരു ലൈന് നമ്മൾ പ്ലോട്ട് ചെയ്യുക. അപ്പോൾ അത് ചെയ്യേണ്ടത് പറഞ്ഞാൽ ആദ്യം ബാറൊക്കെ വരച്ചിട്ട് ആ ഫ്രീക്വൻസിയുമായി ബന്ധപ്പെട്ടുള്ള ബാറുകൾ വരക്കും. ആ ബാർ വരച്ചിട്ട് അതിന്റെ മിഡിൽ കൂടിയാണ് എന്ത് ചെയ്യുക ഒരു ഫ്രീക്വൻസി ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്യുക. അത് ലെസ് ദാൻ ഒജീവ് ഉണ്ട്, അതുപോലെ മോർ ദാൻ ഒജീവ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിലുള്ളൊരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത്. എല്ലാത്തിന്റെ മിഡിൽ കൂടിയാണ് ഈ ഒരു ഫ്രീക്വൻസി ലൈന് വരച്ചിട്ടുള്ളത്. അപ്പൊ ഓരോ ഫ്രീക്വൻസി എന്ത് ചെയ്യാണ് ആഡ് ചെയ്താണ് അങ്ങനെ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്. ഓക്കെ.